ആദ്യം കണ്ട വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ രേണു സുധിയെക്കുറിച്ചിട്ട് തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം എന്നൊരു ചിന്തയാണ് രേണു സുധിക്ക്. കാരണം എക്സ്ക്ലൂസീവ് കണ്ടന്റുകൾ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ രേണു സുധി സ്റ്റാർട്ട് ചെയ്ത ആ സമയം തന്നെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അടുത്തത് പോകാൻ പോകുന്നത് സബ്സ്ക്രിപ്ഷൻ ലൈവിലോട്ടാണെന്ന്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ലൈവിൽ രേണുസുധി കാണിച്ചു കൂട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വെച്ചിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു സ്ത്രീ എന്ന നിലയിൽ മുഴുവൻ വീഡിയോയും വെക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളോട് അവർക്ക് നാണോ മാനോ ഇല്ലെങ്കിൽ നമുക്കതുണ്ടല്ലോ, അതുകൊണ്ടാണ് മുഴുവനായിട്ടും വെക്കാത്തത്. പക്ഷേ അവിടെ എന്താണ് ഇവർ കാണിച്ചു കൂട്ടിയെന്നുള്ളത് ചെറിയൊരു ഭാഗമെങ്കിലും നിങ്ങളെ കാണിച്ചെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഇപ്പം എൻ്റെ വീഡിയോ എന്നല്ല, ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് തന്നെയുണ്ട്. കണ്ടവർക്ക് അവിടെ പോയി കാണാം. ഞാനത് എൻകറേജ് ചെയ്യുമൊന്നുമല്ല, പക്ഷേ ഇവർ ഇത്തരക്കാരിയാണ് എന്നുള്ളത് നിങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഒരുപാട് പേര് നിങ്ങൾ എന്തിനാണ് അവരെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട്. നമ്മൾ അവരെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അവരെന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, അവർ ഏത് ഡ്രസ്സ് ഇട്ടാലും കുഴപ്പമില്ല, അവർ വീണ്ടും വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല, അവരെവിടെയെങ്കിലും പോയാലോ ആൽബത്തിൽ അഭിനയിച്ചാലോ ഒന്നും കുഴപ്പമില്ല. ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അവരുടേത് എതിർപ്പുള്ളത് എനിക്ക്. കാരണം മദ്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്, പിന്നെ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നത്, പിന്നീട് ഇതുപോലെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ. ഇത് 3 കാര്യങ്ങളിലാണ് എനിക്ക് ഇവരോട് എതിർപ്പുള്ളത്. പിന്നീടുള്ളത് അവരുടെ ഫാമിലി, അതായത് അവരുടെ കുഞ്ഞിനെ അവർ കറക്റ്റായിട്ടൊന്നും നോക്കുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ കുഞ്ഞെപ്പോഴും ഫോണും കണ്ടുകൊണ്ട് അമ്മയോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ പോലെ എന്നും രേണുസുധി ഒരു കണ്ടന്റ് ആക്കി എടുത്തുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഇപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ പോക്ക് അങ്ങനെയാണ്. നമ്മുടെ സമൂഹത്തിന് വിപത്തായിക്കൊണ്ട് തന്നെ രേണുസുധി പോകുമ്പോൾ നമുക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. കാരണം കുറേ പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് റിയാക്ഷൻ ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പം എനിക്ക് മനസ്സിലായി നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിയാക്ഷൻ കാണാനും ആളുകൾക്ക് ആഗ്രഹമുണ്ടെന്ന്. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ മോശമായി പോയെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം രേണുസുധി ഇത്ര അധപ്പതിച്ച് പോകും എന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുമായിരിക്കും രേണുസുധി. അത് കഴിഞ്ഞ് രേണുസുധി അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് രേണുസുധി ഈ വീഡിയോയിൽ എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. ചുണ്ട് പൊട്ടിയിരിക്കുകയാണ്, കടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സിന് വളരെ ആർജവം വരുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പം മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനിത് കണ്ടത്. അവർക്കെന്ന് പറഞ്ഞാൽ അവർ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ടിട്ട് പിന്നെ അവർ റിയാക്ഷനിലോട്ട് എടുത്തിടുകയൊന്നും അല്ല ചെയ്യുന്നത്. ഓരോ ആളുകൾ ഈ തരത്തിലാണ് ഇവർ വീഡിയോ ചെയ്യുന്നതെന്ന്, എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരത് റെക്കോർഡാക്കി റിയാക്ഷൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുകയാണ്. അപ്പം രേണു എന്ത് ചെയ്താലും അത് ലോകം മൊത്തം അറിയും. ഇതിപ്പം അവരുടെ പേഴ്സണൽ കാര്യമല്ലേ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ നമ്മൾ പബ്ലിക് ആകുന്ന സമയത്ത് ഈ ലോകം മൊത്തം കാണുവാണ്, കുഞ്ഞു കുട്ടികളടക്കമുള്ളവർ ഇത് കാണുവാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിനെ എൻകറേജ് ചെയ്യാനോ അല്ല കണ്ടില്ലെന്ന് നടിക്കാനോ പറ്റത്തില്ല. കുറേ പേര് കമൻറ്റിൽ വന്ന് പറയുമായിരുന്നു നിങ്ങളെന്തിനാ അവരെ എങ്ങനെ ശല്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കത്തില്ലേ, രേണുവിന് ജീവിക്കാൻ വേണ്ടിയല്ലേ, സുധിച്ചേട്ടന് വേണ്ടിയല്ലേ, 2 മക്കളെ പോറ്റാൻ വേണ്ടിയല്ലേ എന്നൊക്കെ. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ ഒന്നും കാണുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ടേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ രേണുവിനെ കൊണ്ട് വലിയ ഒരു ശല്യം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അതിൻ്റെയും കൂടെ ചേർത്ത് വന്നിട്ടുണ്ട്. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് രേണുസുധിക്ക് ടെൻഷനായി. മാസം 3 ലക്ഷം രൂപ വരുമാനമൊക്കെ കിട്ടണം, പല പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം കണ്ടന്റുകൾ കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കണ്ടന്റുകൾ. ഇപ്പോൾ ഷെഫിൻ ഹബീബിയുടെ ചാനലെടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. കാലിൽ എന്തോ കുഴമ്പോ മറ്റെന്തോ ഇട്ട് മസാജ് ചെയ്യുന്നതും ഒക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണ്, സബ്സ്ക്രൈബേഴ്സിനായിട്ട് കൊടുക്കുകയല്ല, അയച്ചു കൊടുത്തേക്കുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് രേണുസുധി തരം താഴ്ന്നിട്ടുണ്ട്. ഇപ്പം നിഷാനയുടെ അല്ലെങ്കിൽ നിമിഷ ബിജോ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ നിമിഷ ബിജോ ഒക്കെ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ല. അപ്പോൾ അതേപോലെ ആ ഒരു രീതിയിലോട്ടാണ് ഇപ്പോൾ രേണുസുധി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മനുവിൻ്റെ വീഡിയോയിലാണല്ലോ ഒരുപാട് പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടാൽ അറപ്പ് തോന്നുന്നുണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, ഇവർ കുഞ്ഞു കുട്ടികളെയും നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ട് പോകുന്നവരുടെയും ജീവിതം തകർക്കും, ആ രീതിയിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പം മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലെ പേരുകളിൽ ഒരാളുടെ പേര് രേണുസുധി എന്നായി മാറിയിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം രേണുസുധിക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്ത് നല്ലൊരു പേരാണ് രേണുസുധി സ്വയമായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നാളെ മക്കൾക്കും ആ ഒരു പേരിൽ അറിയപ്പെടാനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് രേണുസുധിക്ക് സന്തോഷിക്കുവാൻ വകുപ്പുണ്ട്.
ക്യാഷിന് വേണ്ടിയും റീച്ചിന് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ അളവൊന്ന് കുറയുമ്പോഴും ഇതേപോലത്തെ കാണിക്കാനാണെങ്കിൽ ഓരോ വിധവന്മാരും ഇത് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഈ വിധവയാണ് മക്കളെ പോറ്റാൻ പാടുപെടുന്നുണ്ടല്ലോ എന്ന് പറയുന്നല്ലോ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമുക്കൊരു അമ്മായിയുണ്ട്, അതായത് എൻ്റെ സ്വന്തം അമ്മാവൻ മരിച്ചതിന് ശേഷം 2 പെൺമക്കളെ, അമ്മായിയുടെ ചെറുപ്പത്തിലാണ് മരിച്ചതെന്ന് ഓർക്കണം, അവർ കുഞ്ഞാപ്പം, അമ്മായിക്ക് വേണം വേറൊരു കല്യാണം കഴിക്കാമായിരുന്നു. 2 പെൺമക്കളെ കൂലിപ്പണിക്ക് പോയി അവരുടെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവരുവാണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കേണ്ട റെസ്പെക്റ്റ് ഇവരെ പോലെയുള്ള സ്ത്രീകളെ കാണുമ്പോഴാണ് നമുക്ക് അവരുടെ കാലിൽ പൂവിട്ട് പൂജിക്കാൻ തോന്നുന്നത്. അവരോടൊക്കെ തോന്നുന്ന ഒരു അഭിമാനം, ഇതൊക്കെ അപമാനം. രേണുസുധിയുടെ കുറേ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടായിരുന്ന ശാരികയൊക്കെ വന്നിട്ട് രേണുസുധി അന്തസ്സായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, അതിൽ എന്താണ് തെറ്റെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ സപ്പോർട്ടായിട്ട് വന്നല്ലോ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനാണെങ്കിലും കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഇതിലൊക്കെ ചെന്ന് അവസാനിക്കുകയുള്ളൂ എന്ന്. അതായത് എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾ ഇടുന്നു, എക്സ്ക്ലൂസീവ് വീഡിയോസ് ഇടുന്നു, എക്സ്ക്ലൂസീവ് ലൈവിലോട്ട് കടക്കുന്നു. അപ്പം ഇനി ഡെയിലി രാത്രിയിൽ ഇതുപോലെ ലൈവ് വരും എന്നാണ് രേണുസുധി പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ മക്കളോടും ഭാര്യയോടും ഒപ്പം വെളിയിലൊക്കെ പോയി ഫുഡും കഴിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങളും ആവശ്യം, ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന സമയമാണല്ലോ, അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കേണ്ടതിന് പകരം ആ പൈസ എടുത്ത് എക്സ്ക്ലൂസീവ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ചേട്ടന്മാരോടൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ലൈവിലെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വെളി വന്നതിന് ശേഷം രേണുസുധി ഏതെങ്കിലും പൊതുസ്ഥലത്തിലൊക്കെ വെച്ച് ഓൺലൈൻ മീഡിയസിന് ഇൻ്റർവ്യൂ പോലെ കൊടുക്കുമല്ലോ, അന്നേരം പറയുമായിരിക്കും ഇത് ഞാൻ അറിഞ്ഞില്ല, ഞാൻ മറന്നുപോയി, എന്നോ ഉള്ളതാണ്, ആണെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂചിച്ചേൻ്റെ ഒരു ഫോട്ടോയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു റീച്ച് കുറയുമ്പോഴത്തേനുമാണ് സൂചിച്ചേട്ടനെയും പിടിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത്. വിവാഹത്തിന് ശേഷം സൂചിച്ചേട്ടനോട് ഒരല്പം സ്നേഹം, ആത്മാർത്ഥത അല്ലെങ്കിൽ മരണശേഷം അത് തുടർന്ന് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും രേണുസുധി ഇങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. കാരണം ഒരു സെലിബ്രിറ്റി എന്ന നിലയ്ക്ക് എല്ലാം ഉണ്ട്, പൈസയാണെങ്കിലും വാഹനമായിട്ടാണെങ്കിലും ഒരുപാട് അവസരങ്ങൾ അവർക്കുണ്ട്. അതിൽ നിന്നെല്ലാം വരുമാനം കണ്ടെത്തുന്നതിന് പകരം അവർ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് നാളെ അവരുടെ മക്കൾക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറും. അവരുടെ ഓരോ പുതിയ വീഡിയോസ് ഇറങ്ങുമ്പോഴും അവർക്ക് ഓരോ പേരുകളാണ് നാട്ടുകാർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിക്കർ വിധവയെന്നും ഫിൽറ്റർ അമ്മായിയെന്നും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ഒക്കെ അവരെ വിളിക്കുന്നുണ്ട്. അതുപോലെ ബോഡി ഷെയിം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവരായിട്ട് തന്നെയാണ് ഇതിനൊക്കെ വഴിവെച്ച് കൊടുക്കുന്നത്. കാരണം തമന്നയെ പോലെയാണ് എന്നൊക്കെ പറയുന്നതും എല്ലാം ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. ഇപ്പോൾ ഒരു വസീകര എന്നൊക്കെ പറയുന്ന ആ പാട്ട് പോയി സ്റ്റേജിലൊക്കെ നിന്ന് എപ്പോഴും ആ പാട്ട് തന്നെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് നമുക്കൊക്കെ എത്രത്തോളം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പക്ഷെ അത് ഇവർ പാടുമ്പോഴത്തേനും നമുക്കത് അതിനോട് ഒന്ന് കമ്പയർ ചെയ്യാൻ പോലും പറ്റുന്ന ഒരു രീതിയല്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിന് കുറച്ച് നല്ലൊരു ഹാപ്പി ആവാനോ റിലാക്സ് ആവാനോ ഒക്കെ ഞാൻ എപ്പോഴും പാട്ട് കേൾക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഇവർ പാടുന്ന കേൾക്കുമ്പോൾ എന്തോ ഒരു അലർജി പോലെയാണ്. ഈ ഇടയ്ക്ക് ഷെഫീന ബീവിയുടെ ചാനലിൽ ഒരു ചാറ്റൊക്കെ വെളി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ മാനേജറെ കോൺടാക്ട് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ലൈവ് വന്നതിന് ശേഷം ആളുകൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഷെഫീന ബീവിയുടെ ചാനലിൽ നിന്ന് വെളി വന്നിട്ടുള്ള ആ ചാറ്റ് ഇതിനൊക്കെ വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനത്തെ സ്ത്രീയാണ് എന്നുള്ളത്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പേരുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്ത് കാണിച്ചാലും അത് കുറേ പേരെടുത്ത് ഇങ്ങനെ വെളിയിൽ കൊണ്ടിടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയെങ്കിലും വെച്ച് നിങ്ങളിതൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ നാളെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും അടക്കം വെളിയിൽ ഇറങ്ങി നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നിയെന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് കൊടുക്കാനും ലൈക്ക് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ബൈ.